കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരുടെ 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പ്രതികളെ നോട്ടീസ് നൽകി വിട്ടയച്ചു. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിച്ചെന്ന് ഗവൺമെൻ അനിൽ കല്ലിയൂർ പറഞ്ഞു. പ്രതികരണം കേൾക്കാം. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് ഇവിടെ നടന്നത്. ആ അന്വേഷണത്തോട് 100% നീതി പുലർത്തി സംസാരിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായും നമ്മൾ സഹകരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ സാർ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി അനുവദിച്ച സമയം പൂർത്തിയായപ്പോൾ തന്നെ വിട്ടിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലാണ്. അതിപ്പോൾ അവസാനിച്ചിരിക്കുന്ന നോട്ടീസ് നൽകി വിട്ടയച്ചിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്ന് കോടതി പറഞ്ഞതാണ്. എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? അനുജ, 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചപ്പോൾ തന്നെ ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം, ഒപ്പം ഉപാധികളോടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കണം എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞത്. എന്തായാലും 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താതെയാണ് SIT പ്രതികളെ വിട്ടയച്ചിരിക്കുന്നത്. അതേസമയം നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചിരിക്കുന്നത്. അതായത് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എപ്പോൾ വേണമെങ്കിലും അന്വേഷണ സംഘം വിളിപ്പിച്ചാൽ ഹാജരാകണം എന്നുള്ളതാണ് നോട്ടീസിന്റെ നിബന്ധനകളിലൊന്ന്. അങ്ങനെ കർശന നിബന്ധനകൾ അടങ്ങിയ ഒരു നോട്ടീസാണ് പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. അത് ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ പലതിനോടും ഈ ഗൺമാൻമാർ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് SIT ഇന്നലെ പറഞ്ഞത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഗൺമാൻ അനിൽ കല്ലിയൂർ പറഞ്ഞത് SITയോട് പൂർണ്ണമായും സഹകരിച്ചു, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വന്ന വിവരം, ഈ ലാത്തി അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം തുടരുകയാണ്. എവിടെ നിന്നാണ് വകുപ്പ് അനുവദിക്കാത്ത ലാത്തി മർദ്ദിക്കാൻ ഉപയോഗിക്കാൻ ഇവർക്ക് കിട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വേളയിലുള്ള കസ്റ്റഡി കാലാവധി പൂർത്തിയായിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുകയാണ് SITക്ക് മുന്നിലുള്ള കടമ്പ. അത് കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയോ ചേർത്ത വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ചെയ്യാം. ഒപ്പം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട, അതായത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു ഉള്ള സംഭവം അഡീഷണൽ കുറ്റപത്രം അടക്കം അഡീഷണൽ FIR അടക്കം സമർപ്പിക്കാനുള്ള സാധ്യതകളും SITക്ക് മുന്നിലുണ്ട്. എന്തായാലും നിലവിലുള്ള ചോദ്യം ചെയ്യൽ കാലാവധി പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ കുറ്റപത്രം വരും ദിവസങ്ങളിൽ കോടതിയിൽ SIT സമർപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.